Difference between calls in arrears and calls in advance. First difference, it is the amount called up by the company but not paid by the shareholders. കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, കോൾ ചെയ്തിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്, അത് അടക്കാൻ വേണ്ടി അവരോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവർ അടച്ചിട്ടില്ല. ദാറ്റ് ഈസ് കോൾസ് ഇൻ അരിയേഴ്സ്. ദെൻ കോൾസ് ഇൻ അഡ്വാൻസ്, ഇറ്റ് ഈസ് ദ എമൗണ്ട് നോട്ട് കോൾഡ് അപ്പ് ബൈ ദ കമ്പനി. കമ്പനി വിളിച്ചിട്ടില്ല, പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്, ഷെയർ ഹോൾഡേഴ്സ് അടച്ചിട്ടുണ്ട്. ദെൻ രണ്ടാമത്തത്, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഡ്യൂ ടു ദ കമ്പനി ഫ്രം ദി ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും ഡ്യൂ ആയിട്ടുള്ളതാണ് എന്ത്, കോൾസ് ഇൻ അരിയേഴ്സ്. കമ്പനിയിലേക്ക് ഡ്യൂ ആയിട്ടുള്ളതാണ് എന്ത്, അതായത് കമ്പനിയിലേക്ക് അടക്കാനുള്ളതാണ് എന്ത്, കോൾസ് ഇൻ അരിയേഴ്സ്. ദെൻ കോൾസ് ഇൻ അഡ്വാൻസ്, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഡ്യൂ ഫ്രം ദി കമ്പനി ടു ദ ഷെയർ ഹോൾഡേഴ്സ്. കമ്പനിയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ അടച്ചിട്ടുണ്ട്, ഇനി ഷെയർ ഹോൾഡേഴ്സിനാണ് എന്ത് ചെയ്യാനുള്ളത്, അതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ളത്. ദെൻ ഇറ്റ് ഷോസ് എ ഡെബിറ്റ് ബാലൻസ്. കോൾസ് ഇൻ അരിയേഴ്സിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അപ്പോൾ വരുത്തിയ ഒരു ലോസാണ്. സോ ഇറ്റ് ഈസ് ഹാവ് എ ഡെബിറ്റ് ബാലൻസ്. ആൻഡ് കോൾസ് ഇൻ അഡ്വാൻസ്, നേരത്തെ അവർ അടച്ചിട്ടുണ്ട്, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻകമാണ് അല്ലെങ്കിൽ ഒരു ലയബിലിറ്റിയാണ്, അത് അവർക്ക് നാളെ തിരിച്ചു കൊടുക്കാനുള്ളത്. സോ ഇറ്റ് ഷോസ് ദി ക്രെഡിറ്റ് ബാലൻസ്. ആൻഡ് ദ ഇൻട്രസ്റ്റ് പ്രൊവൈഡഡ് ഓൺ ഇറ്റ് ആസ് എൻ ഇൻകം ഫോർ ദ കമ്പനി. അതിൻ്റെ ഇൻട്രസ്റ്റ്, കോൾസ് ഇൻ അരിയേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കമ്പനിക്കൊരു ഇൻട്രസ്റ്റ് ആണ്. അത്രയും അവർ വൈകിച്ച് ഇൻട്രസ്റ്റ് അടക്കുന്ന എമൗണ്ട് അടക്കുന്നതിൽ വീഴ്ച വരുത്തിയത് കൊണ്ട് അവരടക്കുന്ന ഇൻട്രസ്റ്റ് കമ്പനിക്കാണ് കിട്ടുന്നത്. സോ ഇറ്റ്സ് ആൻ ഇൻകം ഫോർ ദ കമ്പനി. ആൻഡ് കോൾസ് ഇൻ അഡ്വാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ഇസ് എൻ എക്സ്പെൻസ് ഫോർ ദ കമ്പനി. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണ്. അവർ നേരത്തെ അടച്ചതിന് കമ്പനി എന്ത് ചെയ്യുന്നു, അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ എക്സ്പെൻസ് ഫോർ ദ കമ്പനി. ആസ് പെർ ടേബിൾ എഫ്, ദ മാക്സിമം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഇറ്റ് ഈസ് 10% പെർ ആനം. കോൾസ് ഇൻ അരിയേഴ്സിൻ്റെ മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ടേബിൾ എഫ് പ്രകാരം 10% ആണ്. ദെൻ കോൾസ് ഇൻ അഡ്വാൻസ് നോക്കിയാൽ ടേബിൾ എഫ് പ്രകാരം മാക്സിമം 12% ആണ്. ദെൻ കോൾസ് ഇൻ അഡ്വാൻസ്, calls in arrears, it is deducted from called up capital under the subheading equity under the main heading equity and liabilities. നമ്മൾ കോൾഡ് അപ്പ് ക്യാപിറ്റൽ, വിളിച്ച ക്യാപിറ്റലിൽ നിന്നും എന്ത് ചെയ്യാം, നമുക്ക് ഡിഡക്റ്റ് ചെയ്ത് കാണിക്കാം അണ്ടർ ദ ഹെഡിങ് ഇക്വിറ്റി അല്ലെങ്കിൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഹെഡിങ്ങിൽ നമ്മൾ കോൾഡ് ചെയ്തത് അത്ര അവർ അടച്ചിട്ടില്ല. അപ്പോൾ ഒരു 100 കോൾഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവർ ഒരു 90 അടച്ചിട്ടുള്ളൂ എങ്കിൽ എന്താണ്, ദാറ്റ് ഈസ് കോൾസ് ഇൻ അരിയേഴ്സ്. അത്ര കുറച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് കാണിക്കാം. ദെൻ ഇറ്റ് ഈസ് ഷോൺ എസ് എ സെപ്പറേറ്റ് ഐറ്റം അണ്ടർ ദ സബ് ഹെഡിങ് അതർ കറൻറ്റ് ലയബിലിറ്റീസ് അണ്ടർ ദ ഹെഡിങ് കറൻറ്റ് ലയബിലിറ്റീസ്. കറൻറ്റ് ലയബിലിറ്റീസ് എന്ന ഹെഡിങ്ങിന് കീഴിൽ സെപ്പറേറ്റ് ആയിട്ടാണ് എന്ത് കാണിക്കുന്നത്, കോൾസ് ഇൻ അഡ്വാൻസ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസസ്. ഇത്ര ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് ഇത് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക.